നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ്. ചിക്കൻ കറിക്ക് വേണ്ടി നമുക്ക് ആദ്യം ചിക്കൻ സൂപ്പ് ഉണ്ടാക്കണം. കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ള 1 കിലോ ചിക്കനിൽ നിന്നും ചിക്കൻ്റെ കഴുത്തും കരളും എല്ലുമെല്ലാം നമുക്ക് എടുക്കാം. ഇതിനോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മൂടി വെച്ച് നമുക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10-15 വെളുത്തുള്ളി അല്ലി, വിനാഗിരിയിൽ കുതിർത്ത 4 കാശ്മീരി മുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചിക്കൻ പീസിലേക്ക് ഇത് നന്നായി തിരുമ്പി കൊടുക്കാം. ഇത് ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് അരിച്ചെടുക്കാം. ഒരു കടായി വെച്ച് അതിലേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവോള ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ പീസ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നല്ല വെള്ളമുണ്ട്. ആ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ ഗ്രേവിയൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ സൂപ്പിലേക്ക് 1/2 ടീസ്പൂൺ മൈദ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ചെറിയ സവോള ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവോള മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മൈദ മിക്സ് ചെയ്ത നമ്മുടെ സൂപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മുടെ സൂപ്പ് നന്നായിട്ട് കുറുകി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അധികം സ്പൈസി അല്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണിത്. താങ്ക് യു.